ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു വാഴത്തണ്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ണിത്തണ്ട്, വാഴത്തണ്ട്, വാഴപ്പിണ്ടി എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒരു ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മുതിര വെള്ളത്തിലിട്ട് വയ്ക്കാം. ഉണ്ണിത്തണ്ട് കട്ട് ചെയ്തതിന് ശേഷം കൂടുതൽ മുതിര എടുക്കണമെന്നില്ല. ഇവിടെ ഞാൻ ഒരു പിടി മുതിര എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. ഉണ്ണിത്തണ്ട് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് വെക്കുക. ഇനി ഇത് ഒരു പപ്പടക്കൊള്ളി കൊണ്ടോ അല്ലെങ്കിൽ പുട്ടു കുത്തുന്ന കൊള്ളി കൊണ്ടോ ഇതൊന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്താൽ ഇതിൽ ഒരു നൂല് പോലുള്ളത് വരും. അത് നമുക്ക് ഇതിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഈ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് പിന്നീട് ഒഴിവാക്കേണ്ടി വരും. ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി അതിന് ശേഷം വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുന്ന മുതിര ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മുതിര ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ടും ഈ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ണിത്തണ്ട്, വാഴത്തണ്ട്, വാഴപ്പിണ്ടി എന്നൊക്കെ പറയാവുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഉണ്ണിത്തണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഡയറക്റ്റായി വേവിക്കാൻ എടുക്കുന്നത് കാരണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വാരാൻ വെച്ചതിന് ശേഷമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതൊരു 5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 5 വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ഉണ്ണിത്തണ്ടും മുതിരയും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. പച്ചമുളകെല്ലാം നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തെടുക്കാം. അതിന് ഞാൻ ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ 3 വറ്റൽമുളക് ചെറിയ പീസായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഉണക്കമുളക് ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും ഉണ്ണിത്തണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കടുകും മുളകും കറിവേപ്പിലയും എല്ലാം ഈ ഉണ്ണിത്തണ്ടിൽ നല്ലോണം യോജിക്കും വിധം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഉണ്ണിത്തണ്ടിൻ്റെ ഉപ്പേരി ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.